ഫ്ലൈറ്റ് ഇതായില്ലേ, ക്യാൻസലായി. ആ മറ്റേ ഒരു ഫ്ലൈറ്റ് ക്യാൻസലായി, മറ്റേ ബഹ്റൈൻ്റെ യുദ്ധം കാരണം. വാറ് സീനില്ലേ. ഹലോ ഗൈസ്, ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ വരുണ് നാട്ടിൽ നിന്ന് തിരിച്ചു വരികയാണ്. അപ്പം അവന് ഏകദേശം ഇവിടെ വീട്ടിലെത്താനായി. അപ്പോൾ സർപ്രൈസ് ആയിട്ട് ഒരു സ്വീകരണം കൊടുക്കുകയാണ്. ഒന്നുമില്ല, കുറച്ച് ചെറിയ ഫുഡൊക്കെ സ്നാക്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കണം. അതുപോലെ അവനെ സ്വീകരിച്ചെടുക്കണം. അവരുടെ നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ അറിയണം. അതാണ് ഗൈസ് ഇന്നത്തെ പരിപാടി. ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. എന്തൊക്കെയാണ് എങ്ങനെയുണ്ട് ട്രാവലൊക്കെ? നീ വിയറ്റ്നാമിലൊക്കെ പോയി പറഞ്ഞു. അതൊക്കെ വേറെ കഥയാ. പിന്നെ അടുത്ത വ്ളോഗിനുള്ളത്. നാട്ടിൽ നിന്ന് വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഫ്ലൈറ്റൊക്കെ? ഫ്ലൈറ്റ് ഇതായില്ലേ, ക്യാൻസലായി. ആ മറ്റേ ഒരു ഫ്ലൈറ്റ് ക്യാൻസലായി, മറ്റേ ബഹ്റൈൻ്റെ യുദ്ധം കാരണം. വാറ് സീനില്ലേ. യെസ്, പിന്നെ അടുത്ത ഫ്ലൈറ്റ് ബുക്ക് ചെയ്തേ. ഞാൻ സ്ട്രെയിറ്റ് ഫ്ലൈറ്റ് എടുത്ത് പോകുന്നു ഡയറക്റ്റ്. നമുക്കറിയാം വേൾഡിൽ മൊത്തം ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. UK പൊതുവെ വലിയ പ്രശ്നങ്ങളില്ല, എന്നാലും GCCയിലൊക്കെ ഇഷ്യൂ ആയതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് സ്ട്രെയിറ്റ് ഫ്ലൈറ്റ് എടുത്തിട്ട് പോകുന്നതാണ്. അപ്പം എല്ലാവരും സേഫായിട്ട് ഇരിക്കുക ഗൈസ്, അതാണ് പറയാനുള്ളത്. ഇപ്പം തൽക്കാലം നമുക്ക് അവൻ്റെ പെട്ടി പൊട്ടിച്ച് നോക്കാം. എന്തേ കൊണ്ടുവന്നുണ്ടോ? സീക്രട്ടാലേ ഫുഡ് കഴിക്കാം. പിന്നെന്തൊക്കെയുണ്ട്? നിന്നോടാ ഫുഡ് കഴിച്ചാ? വരുന്നുള്ള ഫുഡ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ബാബുജി ഹോം മെയ്ഡ് ആണ്. ഹോം മെയ്ഡ് ഡിന്നറിന് പറ്റിയ സോസേജ് റോൾ. സോസേജ് റോൾ ഗൈസ്, കഴിച്ചോ. ഫസ്റ്റ് ബൈറ്റ്. കഴിക്കുന്നതിന് തുണി മാത്രം തുണി ഒന്നുമില്ല. മുണ്ടുണ്ട്. ഇതെന്താ മുണ്ട്? ഇതെന്താ? ചിപ്സ്. പിന്നെ മോനെ നല്ല നാടൻ ചിപ്സ് ഉണ്ട് ഗൈസ്. മിക്സർ ഉണ്ട്. എന്താ വേണ്ടേ? എന്താ വേണ്ടേ? ആദ്യം മുന്നോർക്ക് ആദ്യം സാധനം ഉണ്ടോ? തുറന്ന് തുറക്കാൻ പറ്റില്ലല്ലോ. എങ്ങനെ തുറക്കണ? ലോക്കുണ്ടോ? ഇങ്ങനെ എന്തറിയാം. എനിക്ക് മിക്സർ. ഇതെന്താ? എന്താ തുറക്കടാ? അപ്പൊ ഒരു സാധനം മിക്സറും എന്തോ ഒരു സാധനം. ടീ കേക്ക് എന്തോ സാധനം ഈ അറിയാൻ പാടില്ല. ഡയബറ്റീസ് കെയറോ? അരിയും ഡയബറ്റിക്സ് നല്ലത്. അരിയുണ്ട. അപ്പൊ ഓക്കെ, അടുത്ത് ഇനി എന്താ? ഇതെന്താ? ഇന്ത്യ അരിയാ? ബസ്മതി റൈസ്. കൊണ്ടുവന്ന സാധനം ബസ്മതി റൈസ്. കുറച്ച് സ്പൈസസ് കൊണ്ടുവന്നുണ്ട്. മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടിയാണത്. ഓക്കെ, ഇത് വളരെ ഉപകാരം. ഏറ്റവും യൂസ്ഫുൾ ആവുന്ന സാധനമായിരിക്കും. ഇനി അടുത്ത സാധനം ഷഡ്ഡിയാണത്. കുരുമുളക് ഏലക്കായ. നൈസ് നൈസ് നൈസ്. നല്ല സ്മെല്ലുണ്ട്. നല്ല സ്മെല്ല്. പേഴ്സണൽ സാധനങ്ങളാണ് അതിനകത്ത് കൈകയറരുത്. പേഴ്സണൽ സാധനങ്ങൾ എന്താണ്? സോക്സും ഷഡ്ഡിയും എല്ലാം ആണ്. ഇത്ര ചെറിയ തോർത്താ? അപ്പൊ ഗൈസ്, വരുണ് 2 മാസം നാട്ടിലായിരുന്നു. അപ്പോൾ അവന്റെ വിശേഷങ്ങളും ഇതൊക്കെ ചോദിച്ചറിയാൻ പോവാണ്.
വരണേ എങ്ങനെ ഉണ്ടായിരുന്നു നാട്ടിൽ 2 മാസം? നാട്ടിൽ 2 മാസം ചൂടായിരുന്നു. പിന്നെ പിന്നെ കുറച്ച് ഫാമിലിൻ്റെ പുറകെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ അതിൻ്റെ കൂടെ കുറേ അനുഭവങ്ങളുണ്ട്, കുറേ നല്ലതുണ്ട് മോശമുണ്ട്. പിന്നെ വിയറ്റ്നാം ട്രിപ്പ് പോയി, അതിൽ കുറേ സംഭവങ്ങളുണ്ട്. അതിൽ ഫാമിലി ആയിട്ട് പ്ലാൻ ചെയ്തായിരുന്നു ആക്ച്വലി. അതിൽ കുറച്ച് തടസ്സങ്ങൾ വന്നിട്ട് ഞാനും ചേട്ടനും ഒറ്റയ്ക്ക് പോകേണ്ടി വന്നു. പക്ഷെ അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അതൊക്കെ തന്നെ, നാട്ടിലെ ഓരോ കാര്യങ്ങൾ ഫാമിലി ആയിട്ട് ഓരോ കൂടിക്കാഴ്ചകൾ അതങ്ങനെയൊക്കെ. എനിക്ക് ഇപ്പോൾ ഞാൻ ഒരു ഓപ്പണായിട്ട് ചോദിക്കാം. അപ്പോൾ ഇവിടുന്നതിന് ശേഷം നാട്ടിൽ പോയപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം തോന്നി? ഇപ്പം നമ്മൾ UK ഒരു 2 വർഷം നിന്ന് പിന്നെ നാട്ടിലേക്ക് പോയപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം തോന്നിയോ? അങ്ങനെ ചോദിച്ചാൽ എളുപ്പമായി. വീട്ടിൽ അമ്മയുണ്ടല്ലോ, ഫുഡ് ഉണ്ടാക്കാനും അങ്ങനത്തെ പരിപാടിയെല്ലാം അങ്ങനത്തെ ഇതില്ല. ഇവിടെ ആകുമ്പോൾ അങ്ങനെ ഫുഡ് ഉണ്ടാക്കണം, അങ്ങനെല്ലാം കുറേ ബാധ്യതകളുണ്ട്. നാട്ടിലാകുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങളില്ല, കുറച്ചും കൂടി ലൈഫ് എളുപ്പമാണ്. ജീവിക്കാൻ നാടാണോ അല്ലെങ്കിൽ ഇവിടെ UK ആണോ? അത് ഓരോ ആളെ രീതിയല്ലേ, പെർസ്പെക്റ്റീവ് അല്ലേ. നമ്മളിവിടെ വന്നത് ഒരു കാര്യം ചെയ്യാനാണ്, അത് ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു, നാട്ടിലെ തിരിച്ചു പോകും, അത് കഴിഞ്ഞ് വേറെ സ്ഥലത്തേക്ക് പോകുന്നു. അതെ, അങ്ങനെ ലൈഫ് പോകുന്നതനുസരിച്ച് നമ്മൾ അതിൻ്റെ കൂടെ പോകും. ഹാപ്പി ആയിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പം അതാണ് ഗൈസ് പറയാനുള്ളത്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഞങ്ങളും ഇവിടെ ഡാർലിംഗ്ടണിൽ ഞങ്ങളെ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഇനി ഞങ്ങളും ഞങ്ങളെ സ്വപ്നങ്ങളൊക്കെ നേടിക്കഴിഞ്ഞ് ചിലപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോകും, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാവരും ഈ കോൺഫ്ലിക്റ്റ് ഒക്കെ നടക്കുന്ന സമയത്ത് എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. എല്ലാവരും ഇത് വ്ളോഗ് കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട്, പുതിയ വ്ളോഗായിട്ട് ഞാൻ വീണ്ടും വരും. ദിസ് ഈസ് ടാലോ മലു സൈനിങ് ഓഫ്. സീ യു ഗൈസ്.